ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഗ്യാസ് ടർബൈൻസിലെ പ്രോബ്ലംസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ ആൻ എയർ സ്റ്റാൻഡേർഡ് ബ്രേട്ടൺ സൈക്കിൾ, എയർ അറ്റ് 1 bar 20 degrees Celsius ഈസ് സപ്ലൈഡ് ടു എ കംപ്രസർ വെയർ പ്രഷർ റേഷ്യോ ഈസ് 4.5. ദ മാക്സിമം ടെമ്പറേച്ചർ ഈസ് 1000 Kelvin. ഡിറ്റർമൈൻ തെർമൽ എഫിഷ്യൻസി, നെറ്റ്വർക്ക്, വർക്ക് റേഷ്യോ. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് ഒരു എയർ സ്റ്റാൻഡേർഡ് ബ്രേട്ടൺ സൈക്കിളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഐഡിയൽ ബ്രേട്ടൺ സൈക്കിൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എയർ 1 bar പ്രഷറിലും 20 degree Celsiusലും സപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു കംപ്രസറിലേക്ക്. ഓക്കെ, അവിടെ ഈ കംപ്രസറിലേക്ക് ഈ എയർ സപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ പ്രഷർ റേഷ്യോ എന്തായിട്ട് മാറുന്നുണ്ട്? 4.5 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ദ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1000 Kelvin ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തെർമൽ എഫിഷ്യൻസിയും നെറ്റ്വർക്കും വർക്ക് റേഷ്യോയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു എയർ സ്റ്റാൻഡേർഡ് ബ്രേട്ടൺ സൈക്കിളാണ് അല്ലേ. ബ്രേട്ടൺ സൈക്കിളിൽ പറയുന്ന വേറൊരു പേര് ജൂൾ സൈക്കിൾ എന്നും കൂടി പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു കംപ്രസറിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ പ്രഷറാണ് 1 bar. ആ എയറിൻ്റെ ടെമ്പറേച്ചർ 20 degree Celsius എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ കംപ്രസറിൻ്റെ അകത്ത് കംപ്രസറിൻ്റെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന പ്രഷർ റേഷ്യോ ആണ് 4.5 എന്ന് പറയുന്നത്. പ്രഷർ റേഷ്യോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്? ആർ സഫിക്സിൽ പി എന്നാണ്. ഓക്കെ, ദെൻ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ എയർ സ്റ്റാൻഡേർഡ് ബ്രേട്ടൺ സൈക്കിളിൽ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1000 Kelvin ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിവൻ ഡാറ്റ എഴുതി. ഗിവൻ ഡാറ്റ എഴുതുന്നതിന് മുൻപ് തന്നെ ബ്രേട്ടൺ സൈക്കിളാണ്, ഇതൊരു സിമ്പിൾ ഗ്യാസ് ടർബൈൻ. ഇതിൽ റീജനറേഷനെ കുറിച്ചോ റീഹീറ്റിനെ കുറിച്ചോ ഇൻ്റർകൂളറിനെ കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സിമ്പിൾ ഗ്യാസ് ടർബൈൻ ആണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ TS ഡയഗ്രാം വരയ്ക്കുക. ഇതാണ് TS ഡയഗ്രാം അല്ലേ, ഇതാണ് TS ഡയഗ്രാം അറിയാം. അപ്പോൾ എന്താണ്? 1 to 2 പ്രോസസ്സ് എന്താണ്? ഐസെൻട്രോപ്പിക് കംപ്രഷനാണ്. 2 to 3 ഹീറ്റ് അഡീഷനാണ്. 3 to 4 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനാണ്. 4 to 1 എന്താണ്? റിലീസ് ചെയ്യാണ് അല്ലേ. വീണ്ടും ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. 4 to 1 എക്സ്പാൻഷൻ കഴിഞ്ഞിട്ട് 3 to 4 നമ്മൾ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനായി. 4 to 1 അഗെയിൻ സൈക്കിൾ ക്ലോസ്ഡ് സൈക്കിൾ അഗെയിൻ ഇൻപുട്ട് ടു ദ കംപ്രസറാണ് അല്ലേ. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഹീറ്റ് റിജക്ഷനാണ് ഇവിടെ നടക്കുന്നത്. 4 to 1 ഹീറ്റ് റിജക്ഷൻ നടക്കണമെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ആസ് പെർ ദിസ് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ 1 bar എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയാണ് അല്ലേ. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള PV ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇത് 1 to 2 പ്രോസസ്സാണ്. എന്താണ്? കംപ്രഷൻ നടക്കുന്ന പ്രോസസ്സ്. ആ കംപ്രഷൻ നടക്കുമ്പോൾ പ്രഷർ റൈസ് ചെയ്യുന്നുണ്ട്. ദെൻ 2 to 3 അഡീഷൻ ചെയ്യുന്നു. ദെൻ 3 to 4 എക്സ്പാൻഷനാണ്, അപ്പോൾ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ 4 to 1 വീണ്ടും അതിനെന്താണ്? കൂൾ ചെയ്തിട്ട് വിടുകയാണ്, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യണത് അല്ലേ 4 to 1. അപ്പോൾ P1 ആണ് 1 bar അല്ലേ. കാരണം കംപ്രസറിലേക്ക് കൊടുക്കുന്ന പ്രഷറാണെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇൻലെറ്റ് ആണ് 1 എന്നുള്ള ഇതല്ലേ, ഇൻലെറ്റ് ആണ്. അപ്പോൾ P1 1 bar എന്ന് കൊടുത്തു. ആ T1 ആണ് ഈ പോയിന്റിലുള്ള ടെമ്പറേച്ചറാണ് 20 degree Celsius തന്നിരിക്കുന്നത്. അപ്പോൾ T1 20 degree Celsius. അപ്പോൾ അതിന് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 273 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 293 Kelvin കിട്ടി. ദെൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ടെമ്പറേച്ചർ 6000 Kelvin ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിത്രം നോക്കുക, TS ഡയഗ്രാം നോക്കുക. TS ഡയഗ്രത്തിൽ എവിടെയാണ് മാക്സിമം ടെമ്പറേച്ചർ ഉള്ളത്? 3 ആണ് അല്ലേ. കാരണം ടെമ്പറേച്ചർ Y ആക്സിസിലാണുള്ളത്. അതിൻ്റെ മാക്സിമം പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? 3 ആണ് കിടക്കുന്നത്. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T3 ആണ്. അത് എത്ര? 1000 Kelvin എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രഷർ റേഷ്യോ തന്നിട്ടുണ്ട് 4.5. അപ്പോൾ പ്രഷർ റേഷ്യോനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് RP എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.5 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ പ്രഷർ റേഷ്യോ എഴുതുക? നമ്മൾ നോക്കുക, പ്രഷർ റേഷ്യോ എന്താണ്? PV ഡയഗ്രാം നോക്കുക. എന്താണ്? 1 to 2 ഉണ്ട്, 3 to 4 ഉണ്ട്. ഇവിടെയാണ് പ്രഷർ റേഷ്യോ വരുന്നത്. കാരണം 1 to 2 പ്രഷർ റൈസ് ചെയ്യാണ്, 3 to 4 പ്രഷർ എന്താണ്? ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? ഹയർ ബൈ ലോവർ എഴുതുമ്പോൾ P2/P1. അതേപോലെ ഇവിടെ P3/P4 ആണ്. അപ്പോൾ പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത് P2/P1 P3/P4 ആണ്. ഓക്കെ, ഇത്രയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി തെർമൽ എഫിഷ്യൻസിയും നെറ്റ്വർക്കും വർക്ക് റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം തെർമൽ എഫിഷ്യൻസി കാണണം. അപ്പോൾ തെർമൽ എഫിഷ്യൻസി കാണാനുള്ള നമുക്ക് ഇക്വേഷൻ അറിയാം. തെർമൽ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷനാണ് 1 - 1 ഡിവൈഡഡ് ബൈ RP ഹോൾ പവർ ഗാമ - 1/γ. ഓക്കെ, ഇതാണ് പ്രഷർ റേഷ്യോ കാണാനുള്ള ബ്രേട്ടൺ സൈക്കിളിൻ്റെ, നോട്ട് പ്രഷർ റേഷ്യോ, എഫിഷ്യൻസി കാണാനുള്ള ബ്രേട്ടൺ സൈക്കിളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നോക്കുക, നമുക്ക് എല്ലാ വാല്യൂസും അറിയാം. ഈ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ ആണ് അല്ലേ. സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ ഫോർ എയർ ആണ്. ദാറ്റ് ഈസ് 1 ആണ് അല്ലേ. അത് നമുക്ക് ഡീഫോൾട്ടായിട്ട് അറിയേണ്ടതാണ്. ഓക്കെ,
അതാണ് ഗാമ സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ ഓഫ് എയർ ആണ് 1.4 ആണ്. ദെൻ ആർ പി എന്ന് പറഞ്ഞ പ്രഷർ റേഷ്യോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസ് എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 മൈനസ് 1/4.5 ഹോൾ പവർ 1.4 മൈനസ് 1/1.4 ഇത് സോൾവ് ചെയ്തു. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടി എനിക്ക് 0.34929 കിട്ടി എഫിഷ്യൻസി. അത് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 34.929% എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ള 3 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം തെർമൽ എഫിഷ്യൻസി ആയിരുന്നു. ആ തെർമൽ എഫിഷ്യൻസി നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു. തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നത്തിങ് ബ്രൈറ്റൻ്റെ എഫിഷ്യൻസി. ഓക്കെ, ഇനി അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്, നെറ്റ് വർക്കാണ് ചോദിച്ചിട്ടുള്ളത്. നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്കാണ്. അപ്പോൾ ടർബൈൻ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, CP × T3 - T4 ആണ്. അത് നമ്മളെങ്ങനെ എഴുതുക, ഇവിടെ നോക്കുക, ഇതിലേതാണ് ടർബൈൻ വർക്ക്. ഇപ്പോൾ ഈ TS ഡയഗ്രാം കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലേതാണ് ടർബൈൻ വർക്ക്, 3 to 4 ടർബൈൻ വർക്ക്. അപ്പോൾ അതെന്തുകൊണ്ടാണ് CP × T3 - T4 എന്ന് എഴുതാൻ കാരണം, T3 ആണ് ഹയർ ടെമ്പറേച്ചർ, T4 ആണ് ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ. അതുപോലെ ഇനി കംപ്രസർ വർക്ക് നോക്കുമ്പോൾ CP × T2 - T1 എന്നാണ് എഴുതിയത്. കാരണം എന്താണ്, T2 ആണ് ഹയർ ടെമ്പറേച്ചർ, T1 ആണ് ലോവർ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ ടർബൈൻ വർക്കിൻ്റെയും കംപ്രസർ വർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ടർബൈൻ വർക്ക് കണ്ടുപിടിക്കണം. ടർബൈൻ വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്, CP × T3 - T4 ആണ്. അപ്പോൾ WT = CPയുടെ വാല്യൂ എന്താണ്, 1.005 ആണ്. അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ്. ഈ CP, ഗാമ അതൊക്കെ നമുക്ക് ഓർത്ത് വെക്കണം. CP എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണ്. ഓക്കെ, ഇത്രയാണ് 1.005 kJ/kg Kelvin. യൂണിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ T3 ആണ്, T3ക്ക് പകരം എന്താണ് 1000 ആണ്, മൈനസ് T4. അപ്പോൾ നമുക്ക് എന്താ ഇതിലേതാണ് T4 അറിയില്ല, T4 നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ T4 ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണു, T4 ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾക്ക് പ്രോസസ്സ് കൺസിഡർ ചെയ്യണം. ഏതാണ് പ്രോസസ്സ്, 3 to 4 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. 3 to 4 എന്ന് പറയുമ്പോൾ T4 ആണ്. ഇപ്പോൾ TS ഡയഗ്രം നോക്കുക, TS ഡയഗ്രത്തിൽ ഈ T4 ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ 3, 4 എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഈ പ്രോസസ്സ് 3 to 4 നമ്മൾ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം T3/T4 = P3/P4 ഹോൾ പവർ ഗാമ - 1/γ എന്ന് എഴുതാം. ഇത് ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫോർ ഡിറ്റർമൈനിങ് T4 നമ്മൾ പ്രോസസ് 3 to 4 ആണ് TS ഡയഗ്രത്തിൽ കൺസിഡർ ചെയ്യുന്നത്. അത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ് നമുക്ക് എഴുതാം T3/T4 = P3/P4 ഹോൾ പവർ ഗാമ - 1/γ. ഇപ്പോൾ T3 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് 1000 ആണ്, /T4 അങ്ങനെ തന്നെ എഴുതി. ഇവിടെ P3/P4 എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ റേഷ്യോ ആണ്. നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. P3/P4 എന്ന് പറഞ്ഞാൽ പ്രഷർ റേഷ്യോ ആണ്. അത് എത്രയാണ്, 4.5 നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ 4.5 ഹോൾ പവർ ഗാമ - 1/γ എന്ന് പറഞ്ഞാൽ 1.4 - 1/1.4. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് T4 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് T4ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. സോ T4 = 650 Kelvin കിട്ടി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ T4ൻ്റെ വാല്യൂ, അപ്പോൾ ടർബൈൻ വർക്ക് കാണാനായിട്ട് നമുക്ക് വേണ്ട ഒരു വാല്യൂ T4 ആയിരുന്നു. അപ്പോൾ ടർബൈൻ വർക്കിൻ്റെ ഇക്വേഷൻ WT എന്ന് പറഞ്ഞാൽ CP × T3 - T4 ആയിരുന്നു. അപ്പോൾ CP എന്ന് പറയുമ്പോൾ 1.0051, T3 എന്ന് പറയുമ്പോൾ 1000 ആണ്, T4 എന്ന് പറയുമ്പോൾ 650 ആണ്. അപ്പോൾ 1000 - 650 ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടി 351.75 kJ/kg എന്ന് കിട്ടി. ടർബൈൻ വർക്കിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് നെറ്റ്വർക്ക് ആണല്ലോ കണ്ട, പിന്നെ എന്താ വേണ്ട, കംപ്രസർ വർക്കും കൂടി വേണം. കംപ്രസർ വർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, WC = CP × T2 - T1 ആയിരുന്നു അല്ലേ. CPയുടെ വാല്യൂ 1.005 ആണ്, T2 അൺനോൺ ആണ്, T1ൻ്റെ വാല്യൂ 293 ആണ്. അപ്പോൾ T2 നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ T2 ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ TS ഡയഗ്രാം നോക്കുക. TS ഡയഗ്രത്തിൽ പ്രോസസ് 1 to 2 ആണ് എന്താണ്, ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സ്. അപ്പോൾ ഐസെൻട്രോപ്പിക് ഇക്വേഷൻ നമ്മൾ എഴുതാം പ്രോസസ് 1 to 2 T2/T1 = P2/P1 ഹോൾ പവർ ഗാമ - 1/γ എന്ന് എഴുതാം. അപ്പോൾ ഇതിലെല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അൺനോൺ ആയിട്ടുണ്ടാവുക T2 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ T2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ T2യുടെ വാല്യൂ കിട്ടും 450.2824 Kelvin നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ടർബൈൻ വർക്ക് കണ്ടുപിടിച്ചു. അതുപോലെ കംപ്രസർ വർക്കിൽ അൺനോൺ ആയിട്ടുള്ള T2 ആണ്, T2 കണ്ടുപിടിച്ചു. അപ്പോൾ T2യുടെ വാല്യൂ കംപ്രസറിലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കംപ്രസർ വർക്ക് കിട്ടും. അപ്പോൾ 1.005 × T2ന് പകരം 450.2824 - 293 ചെയ്തപ്പോൾ നമുക്ക് കംപ്രസർ വർക്കിൻ്റെ ഇക്വേഷൻ ആൻസർ കിട്ടി 158.0688 kJ/kg എന്ന് കിട്ടി. അപ്പോൾ ഈ ടർബൈൻ വർക്കും കംപ്രസർ വർക്കും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് നെറ്റ് വർക്ക് കാണാം. ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്ക് ചെയ്തു, അത് സോൾവ് ചെയ്തപ്പോൾ നെറ്റ് വർക്ക് കിട്ടി 193.6812 kJ/kg എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, വർക്ക് റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. വർക്ക് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്,
വർക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എഴുതാം ഡബ്ല്യു നെറ്റ് ബൈ ഡബ്ല്യു ടി. ഡബ്ല്യു നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്കാണ്, ഡബ്ല്യു ടി എന്ന് പറഞ്ഞാൽ ടർബൈൻ വർക്കാണ്. ഇപ്പോൾ ഡബ്ല്യു നെറ്റ് നമ്മളിപ്പോൾ തൊട്ട് മുൻപ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, 193.6812 എന്ന് പറഞ്ഞത് 6812 എന്ന് പറഞ്ഞത്. ഡബ്ല്യു ടി എന്ന് പറഞ്ഞാലോ ടർബൈൻ വർക്കാണ്, ഇതും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 351.75 എന്ന് പറഞ്ഞിട്ട്. ആ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സോൾവ് ചെയ്തപ്പോൾ വർക്ക് റേഷ്യോൻ്റെ വാല്യൂ കിട്ടി 0.55062 എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് പ്രോബ്ലം. ഈ പ്രോബ്ലം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ അടുത്തൊരു പ്രോബ്ലത്തേക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. എയർ എൻറ്റേഴ്സ് ദ കംപ്രസർ ഓഫ് ആൻ ഐഡിയൽ എയർ സ്റ്റാൻഡേർഡ് ബ്രൈറ്റൺ സൈക്കിൾ at 100 kilopascal 300 Kelvin and is compressed to 1000 kilopascal. The temperature at the inlet to the first turbine is 1400 Kelvin. That expansion takes is isentropically in two stages with the reheat to 1400 Kelvin between two stages at a constant pressure of 300 kilopascal. Regenerator effectiveness is 100%. Determine thermal efficiency of the cycle. ഒരു കംപ്രസറിനകത്ത് എയർ എൻ്റർ ചെയ്യുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യണതെന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ എയർ സ്റ്റാൻഡേർഡ് ബ്രൈറ്റൺ സൈക്കിളിലാണ് പ്രവർത്തിക്കുന്നത്. എയർ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 100 കിലോ പാസ്കലും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 കെൽവിനും ആണെന്ന് പറയുന്നുണ്ട്. ആ എയറിനെ കംപ്രസ് ചെയ്തപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ 1000 പ്രഷർ 1000 കിലോ പാസ്കലായി മാറി. ദെൻ ദ ടെമ്പറേച്ചർ അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ഫസ്റ്റ് ടർബൈൻ. ദെൻ കംപ്രസറിന് പ്രഷറിനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ടർബൈനിലേക്കാണ് പോകുന്നത്, ഫസ്റ്റ് ടർബൈനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ടർബൈനിലേക്ക് പോകുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1400 കെൽവിൻ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദ എക്സ്പാൻഷൻ ഈസ് ഐസെൻട്രോപിക്കലി ഇൻ 2 stages വിത്ത് റീഹീറ്റ് ടു 1400 കെൽവിൻ ബിറ്റ്വീൻ 2 stages അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഓഫ് 300 കിലോ പാസ്കൽ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ചോദ്യത്തിൽ പറയുന്നത് എന്ത് വരുന്നുണ്ട്, ഒരു റീഹീറ്റ് വരുന്നുണ്ട്, റീഹീറ്റർ വെച്ചിട്ടുണ്ട്. ഓക്കെ, റീഹീറ്റ് സൈക്കിളാണ്. അപ്പോൾ 1 to 2 പ്രോസസ്സ് കംപ്രസറിൻ്റെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ കമ്പഷൻ ചാമ്പറിലൂടെ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഫ്യൂൽ സപ്ലൈ കൊടുത്തു. ദെൻ ആ കമ്പഷൻ ചാമ്പറിൻ്റെ ഔട്ടിൽ വരുന്ന എന്താ പറയുക എയർ, കംപ്രസ്ഡ് എയർ അല്ലെ ഹീറ്റായിട്ടുള്ള ഹോട്ട് ഗ്യാസ് ടർബൈനിലേക്ക് പോകുന്നുണ്ട്. ടർബൈനിലേക്ക് പോകുമ്പോൾ ആദ്യം പോണത് ഏതാണ്, ഫസ്റ്റ് ടർബൈനാണ്. ഫസ്റ്റ് ടർബൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പ്രഷർ ടർബൈനിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ആ ഹൈ പ്രഷർ ടർബൈനിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴുള്ള ടെമ്പറേച്ചർ 1400 കെൽവിൻ ആണെന്ന് പറഞ്ഞു. ദെൻ ആ 1400 കെൽവിൻ എക്സ്പാൻഷൻ ഐസെൻട്രോപിക്കലി എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 2 stages ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ടർബൈൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ദെൻ അവിടെ റീഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീഹീറ്റ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് 300 കിലോ പാസ്കലാണ് പ്രഷർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അവിടെ പറയുന്നത് ഒരു റീജനറേറ്റർ എഫക്റ്റീവ്നെസ് 100% ആണെന്ന് പറയുന്നുണ്ട്. ഈ റീഹീറ്റിലുള്ള ആ റീജനറേറ്ററിൻ്റെ എഫക്റ്റീവ്നെസ് 100% ആണെന്ന് പറയുന്നത് തെർമൽ എഫിഷ്യൻസിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് TS ഡയഗ്രാം. 1 to 2 പ്രോസസ്സ് കംപ്രസറാണ്. അപ്പോൾ 1 നിന്ന് ഈ 2ലേക്ക് എൻ്റർ ചെയ്തപ്പോൾ 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പ്രഷർ 100 കിലോ പാസ്കലാണ്. അവിടെ ടെമ്പറേച്ചർ 300 കെൽവിനാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ 100 കിലോ പാസ്കലുള്ള എയറിനെ കംപ്രസ് ചെയ്ത് ഈ 2ലേക്ക് എത്തിച്ചു. 2ലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ പ്രഷർ കൂടിയിട്ടുണ്ട്. 100 കിലോ പാസ്കൽ ഉണ്ടായിരുന്നത് 1000 കിലോ പാസ്കലായി. ഓക്കെ, ദെൻ നേരെ 1000 കിലോ പാസ്കലിലുള്ള ആ പ്രഷർ ഓഫ് എയർ നേരെ ചെല്ലുന്നത് എവിടേക്കാണ്, ഫസ്റ്റ് ടർബൈൻ്റെ ഇൻലെറ്റിലേക്കാണ്. അപ്പോൾ ആ ഫസ്റ്റ് ടർബൈൻ്റെ ഇൻലെറ്റിൽ എത്തുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1000 കെൽവിനായി. 1400 കെൽവിനായി. ദെൻ അവിടെ നിന്ന് എക്സ്പാൻഷൻ നടക്കണം, ഫസ്റ്റ് ടർബൈനിന് എക്സ്പാൻഷൻ നടക്കണം. എക്സ്പാൻഷൻ നടന്ന ഒരു പോയിന്റിലെത്തി. അവിടെ നിന്ന് വീണ്ടും അവിടെ ഒരു റീഹീറ്റ് വെച്ചിട്ടുണ്ട്. എക്സ്പാൻഷൻ നടന്നതിന് ശേഷം അവിടെ 2 സ്റ്റേജാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഫസ്റ്റ് ടർബൈനിന് കഴിഞ്ഞിട്ട് ഒരു റീഹീറ്റ് ഉണ്ട്. അതിനെ റീഹീറ്റ് ചെയ്യണു. റീഹീറ്റ് ടു 1400 കെൽവിൻ ബിറ്റ്വീൻ 2 stages ഓഫ് പ്രഷർ 300 കിലോ പാസ്കൽ. ഇവിടെ നിന്ന് ഇവിടെ എത്തി. ദെൻ ഇവിടെ നിന്ന് റീഹീറ്റ് ചെയ്യാണ്. റീഹീറ്റ് ചെയ്തിട്ട് എന്താണ് 1400 കെൽവിനിലേക്ക് തന്നെ ആക്കണു. അവിടെ അപ്പോൾ ഉള്ള പ്രഷർ എത്രയാണ്, 300 കിലോ പാസ്കൽ കോൺസ്റ്റൻറ്റ് പ്രഷറിലാക്കണം. ദെൻ വീണ്ടും അവിടെ എക്സ്പാൻഷൻ നടക്കുകയാണ്. ഓക്കെ, എക്സ്പാൻഷൻ നടന്ന് ദെൻ തിരിച്ചു പോകുന്ന പ്രഷർ എത്രയാണ്, 100 കിലോ പാസ്കൽ തന്നെ. കാരണം ഇതല്ല എൻ്റർ ചെയ്യണത്, ഫസ്റ്റ് എൻ്റർ ചെയ്യുന്ന കംപ്രസറിലേക്ക് എൻ്റർ ചെയ്യുന്ന പ്രഷർ
100 കിലോ പാസ്കലിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 100 കിലോ പാസ്കലും 300 കെൽവിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് റീജനറേറ്റർ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റീജനറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി അറിയാം ഈ കമ്പർഷൻ കഴിഞ്ഞിട്ടാണ് അല്ലേ, 2 to 3 ഈ കമ്പഷൻ ചാമ്പറിന് മുന്നായിട്ട് വരുന്നതാണ് ഈ റീജനറേറ്റർ. അപ്പോൾ ഈ 2 to 3 എന്ന് പറഞ്ഞ ലൈനിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് വരണം. പക്ഷേ ഈ 2 to 3 ലൈനിൻ്റെ ഇടയ്ക്കൊന്നും ഈ റീജനറേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ടർബൈൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ റീജനറേറ്ററിനെ കുറിച്ച് പറയുന്നത്. റീജനറേറ്റർ 100% ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആസ് പെർ ദിസ് ഡയഗ്രാം നമ്മൾ റീജനറേറ്ററിൻ്റെ ഡയഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഇവിടെ നോക്കുക, ഇതാണ് നമ്മൾ റീജനറേറ്ററിൻ്റെ TS ഡയഗ്രാം. അപ്പോൾ 1 to 2 കംപ്രഷൻ നടന്നു. ഈ കംപ്രഷൻ നടന്ന് ഇവിടെ നിന്ന് ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 to 3 എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. ഈ 2 to 3 റീജനറേഷൻ നടക്കുന്നത്. ദെൻ 3 to 4 ഇവിടെ ശരിക്കും കമ്പഷൻ ചാമ്പറിൻ്റെ പ്രോസസ്സിൽ അവിടെ ഫ്യൂവൽ അഡീഷൻ നടക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ബട്ട് ഇവിടെ ഈ 2 to 3 എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ചെയ്യുന്ന പ്രോബ്ലത്തിൽ ഈ ലൈൻ ഉണ്ട്. ഈ ലൈനിൻ്റെ ഇടയ്ക്കൊന്നും ഒരു റീജനറേറ്റർ ഉള്ളതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടാണ് ദെൻ ഒരു റീജനറേറ്ററിൻ്റെ കേസ്. അവിടെ റീജനറേറ്ററിൻ്റെ കേസ് പറയണില്ല, റീജനറേറ്റർ 100% ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് പറയാം. ഇവിടെ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ മെൻഷൻ ചെയ്യാത്തതുകൊണ്ടും റീജനറേറ്റർ ഇവിടെ ഉണ്ടെന്ന് കുറിച്ചോ അല്ലെങ്കിൽ റീജനറേറ്ററിൻ്റെ ടെമ്പറേച്ചർ ഒന്നും തന്നെ മെൻഷൻ ചെയ്യാത്തതുകൊണ്ടും നമ്മൾക്ക് പറഞ്ഞതുപോലെ ഒരു കംപ്രഷൻ സ്റ്റേജിൽ നിന്നുള്ള TS ഡയഗ്രാം വരച്ചു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടർബൈനുള്ള ഒരു ഡയഗ്രാം കാണിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അത് റീഹീറ്റ് ചെയ്യണം 300 കിലോ പാസ്കലാന്ന് പറഞ്ഞപ്പോൾ അതിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ കാണിച്ച് അതിന് 1400 കെൽവിനിലേക്ക് എത്തി. ഇപ്പോൾ ഇവിടെ 2 ടർബൈനിൽ അപ്പോൾ 2 എക്സ്പാൻഷൻ 2 സ്റ്റേജ് ടർബൈൻ ഉണ്ട്. എക്സ്പാൻഷൻ 2 സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റേജ് ഇവിടെ നമ്മൾ എന്താണ് റീഹീറ്റ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് റീഹീറ്റിൻ്റെ ആ TS ഡയഗ്രാം നമ്മൾ പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ റീജനറേറ്റർ എഫക്റ്റീവ്നെസ് ഈസ് 100% എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇത് 3 ആണ്. 3 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഇവിടെ 5 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഇവിടെ ഈ 3 എന്ന് പറഞ്ഞ പോയിന്റിലെ ടെമ്പറേച്ചർ T3 എന്ന് പറയും. 5ലുള്ള പോയിന്റിലെ ടെമ്പറേച്ചറിനെ T5 എന്ന് പറയും. T3 ഈക്വൽ ടു എന്താണ്? T5 ആണ്. അതായത് റീജനറേഷൻ 100%. സപ്പോസ് റീജനറേഷൻ 100% അല്ലെങ്കിൽ ഈ T5 T3ൻ്റെ താഴെയായിരിക്കും കിടക്കുക. മനസ്സിലാവണ്ടേ? T5 T3ൻ്റെ താഴെയായിരിക്കും കിടക്കുക 100% കുറവാണെങ്കിൽ. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ച് നോക്കുമ്പോൾ ഐഡിയൽ ബ്രൈറ്റൺ സൈക്കിൾ ആണെന്ന് തന്നിട്ടുണ്ട്. P1ലുള്ള പ്രഷർ, കാരണം എൻട്രി ചെയ്യണ പ്രഷർ 100 കിലോ പാസ്കലാണ് തന്നിട്ടുണ്ട്. അതുപോലെ എൻട്രി ചെയ്യണ ടെമ്പറേച്ചർ 300 കെൽവിനാണ് തന്നിട്ടുണ്ട്. ദെൻ അവിടെ കംപ്രസറിലേക്ക് എൻട്രി ചെയ്യാണ് അല്ലേ. ദെൻ കംപ്രഷൻ നടന്നുകൂടെ. കംപ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രഷർ കൂടി അല്ലേ. 1000 കിലോ പാസ്കൽ ഉണ്ടായത് 100 കിലോ പാസ്കൽ ഉണ്ടായത് എന്താണ്? 1000 കിലോ പാസ്കലായി, അതായത് 0.2. ഓക്കെ, ദെൻ ഈ 2 to 3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ ലൈനാണ്. അപ്പോൾ ഈ എൻ്റെയർ ഈ ലൈനിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1000 കിലോ പാസ്കലായിരിക്കും. ഓക്കെ, ദെൻ ഇത് കംപ്രസ് ചെയ്ത് 0.3 3 അവിടെ ഒരു ടെമ്പറേച്ചർ എന്താണ്? ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ആ ടെമ്പറേച്ചറാണ് എന്ത്? T3. അത് എത്രയാണ്? 1400 കെൽവിനാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പറയണത് റീഹീറ്റ് ഉണ്ട്. 3 എത്തിക്കഴിഞ്ഞാൽ 3 to 4 എന്താണ്? എക്സ്പാൻഷൻ നടന്നു. എക്സ്പാൻഷൻ നടന്നിട്ട് എന്താണ്? എക്സ്പാൻഷൻ നടക്കുമ്പോൾ അവിടെ ടെമ്പറേച്ചറും കുറഞ്ഞിട്ടുണ്ടാവും, പ്രഷറും കുറഞ്ഞിട്ടുണ്ടാവും. അതിന് നമുക്ക് എന്താണ്? വീണ്ടും റീഹീറ്റ് ചെയ്യാണ്. അപ്പോൾ റീഹീറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ റീഹീറ്റ് ടു 1400 കെൽവിൻ. 1400 കെൽവിനാണ്. 1400 കെൽവിനിലേക്ക് നമ്മൾ റീഹീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട്. കിലോ പാസ്കൽ എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. കിലോ പാസ്കൽ അല്ല, കെൽവിനാണ്. ഓക്കെ, നമ്മൾ അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഈ ടർബൈൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അവിടെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടാവും, പ്രഷറും കുറഞ്ഞിട്ടുണ്ടാവും. ആ എത്രയാണോ കുറഞ്ഞ പ്രഷർ, ആ കുറഞ്ഞ പ്രഷറിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യായിരുന്നു? ആ എയറിനെ നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പാൻഷൻ നടന്നിട്ടുള്ള എയറിനെ എന്താണ്? റീഹീറ്റ് ചെയ്യാണ്. എത്ര ഡിഗ്രിയിലേക്കാണ് എത്ര കെൽവിനിലേക്കാണ് റീഹീറ്റ് ചെയ്യണം? 1400 കെൽവിനിലേക്കാണ് റീഹീറ്റ് ചെയ്യണത്. ഇപ്പോൾ റീഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ എക്സ്പാൻഡഡ് എയറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 300 കിലോ പാസ്കലാണ്. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ഇവിടെ P4 ഈക്വൽ ടു P5 300 കിലോ പാസ്കലിൽ നിന്നും T5 ഈക്വൽ ടു T3 1400 കെൽവിൻ എന്നും എഴുതിയിട്ടുണ്ട്. അതാണ് ഈ 100% റീജനറേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. P4 ഈക്വൽ ടു P5 എന്ന് നമുക്ക് എങ്ങനെ അറിയാം? നമുക്കറിയാം TS ഡയഗ്രത്തിൽ 2-3 എന്ന് പറയുന്ന ഈ പ്രോസസ്സ് എന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. അതുപോലെ 4-5 എന്ന് പറയുന്ന പ്രോസസ്സ് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. അതുപോലെ
16 എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. അപ്പോൾ ഈ ലൈനിലെല്ലാം എന്താണ്? കോൺസ്റ്റൻറ്റ് പ്രഷർ ഉണ്ടാവുക. അപ്പോൾ 4 300 കിലോ പാസ്കൽ ആണെങ്കിൽ 5 എന്തായിരിക്കും? 300 കിലോ പാസ്കൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് P4 = P5 എന്ന് എഴുതാം. അങ്ങനെയാണ് ഇത് 300 കിലോ പാസ്കൽ, P4 = P5 എന്ന് എഴുതിയത്. ദെൻ T5 = T3 എന്ന് എഴുതാൻ എന്താ കാരണം? 100% റീജനറേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ T3യിലുള്ള കാരണം ഇവിടെ എത്രയായിരുന്നു ഹീറ്റ്? ഇവിടെ റീഹീറ്റ് നടന്നപ്പോൾ ഇവിടെയും അതേ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് അതിന് പറയുക? 100% റീജനറേഷൻ എഫിഷ്യൻസി എന്ന് പറയാം. ഓക്കെ, അതാണ് ഈ കേസ്. T5 = T3 1400 കെൽവിൻ എന്ന് പറയാനുള്ള കാരണം 100% റീജനറേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഗിവൺ ഡാറ്റ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ടു ഫൈൻഡ് എന്താണ്? തെർമൽ എഫിഷ്യൻസിയാണ് അല്ലേ? നമുക്ക് കാണാൻ പറ്റുള്ള തെർമൽ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിളാണ്. അപ്പോൾ തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കാണാൻ നമുക്കറിയാം നെറ്റ് വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ് അല്ലേ? അപ്പോൾ നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്കാണ്. ഇവിടെ ടർബൈൻ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ടർബൈൻ എത്ര സ്റ്റേജ് ഉണ്ട്? 2 സ്റ്റേജ് ടർബൈൻ ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2 സ്റ്റേജിലുള്ള ടർബൈൻ വർക്കിന് കംപ്രസർ വർക്ക് കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വർക്ക് ഡൺ കിട്ടും. അതേപോലെ ഹീറ്റ് സപ്ലൈഡും കണ്ടുപിടിക്കാം. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം വർക്ക് ഡൺ ബൈ ദ ടർബൈൻ അറ്റ് ബോത്ത് സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ആസ് പെർ ദിസ് TS ഡയഗ്രാം നമുക്ക് ടർബൈൻ വർക്ക് പറയാം. ഫസ്റ്റ് സ്റ്റേജിലുള്ള ടർബൈൻ വർക്ക് 3 to 4 ആണ്. എങ്ങനെ എഴുതാം? CP × T3 - T4 ആണ്. സെക്കൻഡ് സ്റ്റേജിലുള്ള ടർബൈൻ വർക്ക് എന്ന് പറഞ്ഞാൽ 5 to 6 പ്രോസസ്സാണ്. അതെങ്ങനെ എഴുതാം? CP × T5 - T6. അപ്പോൾ ബോത്ത് സ്റ്റേജിലുള്ള ടർബൈൻ വർക്ക് എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യണം ഇത് രണ്ടും അല്ലേ? അതാ ഇവിടെ ചെയ്തിട്ടുള്ളത്. CP × T3 - T4 പ്ലസ് CP × T5 - T6. ഇത്രയും നമ്മളെന്താണ് ടർബൈൻ്റെ കേസായി. ഓക്കെ, ഇവരിവിടെ CP എല്ലാത്തിലും കോമൺ ആയിട്ട് വരും, അതുകൊണ്ട് CP പുറത്തെടുത്ത് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ദെൻ മൈനസ് വർക്ക് ഡൺ ബൈ കംപ്രസർ എന്ന് പറയുമ്പോൾ കംപ്രസറിൻ്റെ വർക്ക് എന്താണ്? 1 to 2 ആണ്. അതെങ്ങനെ എഴുതാം? T2 - T1 ആണ് വരിക. അപ്പോൾ അതാണ് ഇവിടെ മൈനസ് ഓഫ് T2 - T1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇവിടെ CP ഉണ്ട്. T3 - T4 കൂടെ CP ഉണ്ട്, T5 - T6 കൂടെ CP ഉണ്ട്, T2 - T1 കൂടെ CP ഉണ്ട്. അതിനെന്താണ്? കോൺസ്റ്റൻറ്റ് കോമൺ ആയതുകൊണ്ട് അതിനെ പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് എഴുതാം CP × T3 - T4 പ്ലസ് T5 - T6 മൈനസ് T2 - T1. ഓക്കെ, ദെൻ ഹീറ്റ് സപ്ലൈഡ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഹീറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഇവിടെ എൻതാൽപ്പിയുടെ നോക്കണ്ട, കാരണം CP × T3 - T2 എന്ന് പറഞ്ഞാൽ H3 - H2 എന്ന് എഴുതാം. നമ്മൾ എൻതാൽപ്പി കണ്ടുപിടിക്കുന്നത് ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കുന്നത്. സോ ഈ ഇക്വേഷനാണ് വേണ്ടത്. കംപ്രസറിൻ്റെ വർക്ക് എന്ന് പറയും അല്ല ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്? ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് 2, 3 എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ 4, 5 എന്ന് പറയുമ്പോൾ അവിടെ റീഹീറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹീറ്റ് അഡീഷനാണ്. അപ്പോൾ നമുക്ക് എഴുതാം T3 - T2 എന്ന് എഴുതാം, അതുപോലെ T5 - T4 എന്ന് എഴുതാം. അതാണ് എഴുതിയിട്ടുള്ളത്. CP × T3 - T2 പ്ലസ് T5 - T4 ഇത് രണ്ടും. അപ്പോൾ എന്താണ് ടർബൈൻ വർക്കും നമ്മൾ ഹീറ്റ് സപ്ലൈ കംപ്രസർ വർക്കും അതുപോലെ ഹീറ്റ് സപ്ലൈഡും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇക്വേഷനും കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ആ എഫിഷ്യൻസിയിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് എല്ലാം അറിയേണ്ടത്. CP എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് അറിയേണ്ട വാല്യൂ ആണ് 1.005 kJ/kg കെൽവിൻ എന്ന് അറിയേണ്ടതാണ്. ദെൻ T3 എന്താണ്, T4 എന്താണ്, T1 T2 എന്താണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ കുറേ ഡാറ്റാസ് തന്നിട്ടുണ്ട് അല്ലേ? അത് വെച്ച് ചെയ്യാം. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താ? നെറ്റ് വർക്ക് ഡൺ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ CP × T3 - T4 പ്ലസ് T5 - T6 മൈനസ് ഓഫ് T2 - T1 ഹോൾ ഡിവൈഡ് ബൈ CP × T3 - T2 പ്ലസ് T5 - T4. CP ഉണ്ടാവും. ഇത് മേലെയും താഴെയും CP ഉള്ളതുകൊണ്ട് അത് ക്യാൻസലായി പോയിട്ട് എഴുതിയ ഇക്വേഷനാണിത്. അപ്പോൾ ഇതിലെല്ലാം T1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, T3 തന്നിട്ടുണ്ട്, T5 തന്നിട്ടുണ്ട്, P1 തന്നിട്ടുണ്ട്, P2 തന്നിട്ടുണ്ട്, P3 തന്നിട്ടുണ്ട്, P4 തന്നിട്ടുണ്ട്, P5 തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് എല്ലാം തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അൺനോൺ ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ അൺനോൺ ആയിട്ടുള്ളത് എന്താണ്? T2 നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ T2 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ T2 നമുക്ക് ആവശ്യമാണ്. T2 കണ്ടുപിടിക്കണം. ദെൻ T4 ആവശ്യമാണ്. T4 കണ്ടുപിടിക്കണം. T5 ഉണ്ട്. അപ്പോൾ അതുപോലെ T6ഉം കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണു? ആദ്യം തന്നെ T2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് 1 to 2 എടുക്കുകയാണ്. 1 to 2 എടുത്ത് കഴിഞ്ഞാൽ എന്താണ്? ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അപ്പോൾ T2/T1 = P2/P1 ഹോൾ പവർ ഗാമ - 1 ഗാമ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ T2 ആണ് വേണ്ട. അപ്പോൾ T2 = T1 × P2/P1 ഹോൾ പവർ ഗാമ - 1 ഗാമ എന്ന് എഴുതാം. ഇപ്പോൾ T1 നമുക്ക് തന്നിട്ടുണ്ട് 300 ആണെന്ന് അറിയാം.
P2 എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. P1 എത്രയാണ് 1000 കിലോ പാസ്കലാണ് തന്നിട്ടുണ്ട്. P2 നമുക്ക് അറിയാം 1000 കിലോ പാസ്കലാണ് തന്നിട്ടുണ്ട്. P1 100 കിലോ പാസ്കലാണ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1000 ബൈ 100 ഹോൾ പവർ ഗാമ മൈനസ് 1 ബൈ ഗാമ ചെയ്യുമ്പോൾ 1.4 മൈനസ് 1 ബൈ 1.4 ചെയ്യുമ്പോൾ 579 കെൽവിന് നമുക്ക് കിട്ടി. അതേപോലെ നമുക്ക് T4 ആവശ്യമുണ്ട്, T6 ആവശ്യമുണ്ട്. അപ്പോൾ പ്രോസസ് 3 to 4ലും 5 to 6ലും നമ്മൾ ഐസെൻട്രോപിക് പ്രോസസ്സ് അപ്ലൈ ചെയ്യുകയാണ്. സോ അപ്പോൾ T4നെ നമുക്ക് T3 ഇൻറ്റു P4 ബൈ P3 ഹോൾ പവർ ഗാമ മൈനസ് 1 ബൈ ഗാമ എന്ന് എഴുതാം. അതിൽ നമ്മൾ വാല്യൂസ് എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് T4ൻ്റെ വാല്യൂ കിട്ടും 992.5 കെൽവിന് കിട്ടും. അതേപോലെ T6ൻ്റെ ഐസെൻട്രോപിക് പ്രോസസ്സ് എഴുതുമ്പോൾ T6 ഈക്വൽ ടു T5 ഇൻറ്റു P6 ബൈ P5 ഗാമ മൈനസ് 1 ബൈ ഗാമ എന്ന് എഴുതാം. അതിൽ നമ്മൾ എല്ലാ വാല്യൂസും ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1022.8 കെൽവിന് കിട്ടും. അപ്പോൾ ഇവിടെ P3 P4 ഇപ്പോൾ P4 300 കെൽവിൻ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ എങ്ങനെ പറയാം? P4 300 കെൽവിൻ കിട്ടിയത് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ റീഹീറ്റ് ചെയ്യുന്ന പ്രഷർ എത്രയാണ്? 300 കെൽവിൻ അല്ല, കെൽവിൻ അല്ല, കിലോ പാസ്കൽ എന്ന് പറയുന്ന ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 4 to 5 എന്താണ്? കോൺസ്റ്റന്റ് പ്രഷറാണ്. അപ്പോൾ P4ഉം 300 കിലോ പാസ്കലാണ്, P5ഉം 300 കിലോ പാസ്കലാണ്. ഇനി അതേപോലെ P6 പറഞ്ഞിട്ടുണ്ട്, P6 ബൈ P5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ P6 ബൈ P5 എങ്ങനെയാണ് കിട്ടുക? P6 ബൈ P5 എന്ന് പറയുമ്പോൾ ഇവിടെ P5ലുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ 300 കിലോ പാസ്കലാണ്. P6ലെ പ്രഷർ എന്ന് പറയുമ്പോഴോ 100 കിലോ പാസ്കലാണ്. ഈ ലൈൻ അല്ലേ, ഇത് 100 കിലോ പാസ്കലാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ 300 ബൈ 100 എന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ വാല്യൂസും കിട്ടി. എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ടുള്ള അൺനോൺ ആയിട്ടുണ്ടായിരുന്ന T2ഉം T4ഉം T6ഉം നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു. ഇനി ആ വാല്യൂസ് എല്ലാം നമ്മൾ എന്താണ് ഈ എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 41.16 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് ആദ്യം ഒരു സിമ്പിളായിട്ടുള്ള ഗ്യാസ് ടർബൈൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ റീഹീറ്റ് വന്നിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തു. റീഹീറ്റും ഇതൻ റീജനറേറ്റർ എഫിഷ്യൻസി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് 100% എന്ന് പറഞ്ഞ കോൺസെപ്റ്റും കൂടി ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു ഇത്. ഇനി ഈ മൊഡ്യൂളിൽ തന്നെ ലാസ്റ്റ് പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം വായിക്കാം. എ ഗ്യാസ് ടർബൈൻ സൈക്കിൾ ഹാസ് എ പെർഫെക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. Perfect heat exchanger. Air enters the compressor at a temperature and pressure of 300 Kelvin and 1 bar and discharges at 475 Kelvin and 5 bar. After passing through the heat exchanger, the air temperature increases to 655 Kelvin. The temperature of air entering and leaving the turbine are 870 degrees Celsius and 450 degrees Celsius. Assuming no pressure drop through the heat exchanger, compute output per kg of air, efficiency of the cycle, work required to drive the compressor. ഒരു ഗ്യാസ് ടർബൈൻ സൈക്കിൾ ഉണ്ട്, അതിൽ ഒരു പെർഫെക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെന്ന് പറയുന്നുണ്ട്. പെർഫെക്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ പഠിച്ചിട്ടുള്ളതാണ് ഡെറിവേഷൻ ചെയ്യുമ്പോൾ അല്ലേ? അതെന്താണെന്ന് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഒരു പെർഫെക്റ്റ് എക്സ്ചേഞ്ചറിലൂടെയാണ് ഈ എയറൊക്കെ കംപ്രസ് ചെയ്തത് കടന്നു പോണത് എന്നാണ് പറയണത്. അപ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ എയർ എൻറ്റേഴ്സ് കംപ്രസറിലേക്ക് എൻ്റർ ചെയ്യണം. എത്ര ടെമ്പറേച്ചറും പ്രഷറിലാണ് എൻ്റർ ചെയ്യണത്? 300 കെൽവിൻ ടെമ്പറേച്ചറിലും 1 ബാർ പ്രഷറിൽ എൻ്റർ ചെയ്യണം. എന്നിട്ട് അത് ഡിസ്ചാർജ് ചെയ്യുന്നത് 475 കെൽവിനിലും 5 ബാർ പ്രഷറിലാണ്. അതായത് കംപ്രസറിൽ എൻ്റർ ചെയ്തു, കംപ്രസറിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എത്രയെന്നാണ് പറയുന്നത്? 475 കെൽവിനും പ്രഷർ എത്ര? 5 ബാർ എന്നാണ് പറയുന്നത്. ആഫ്റ്റർ പാസിങ് ത്രൂ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ, കംപ്രസറിൻ്റെ ഔട്ട് എത്തി, കംപ്രസറിന് നേരെ പോണത് എവിടെയാണ്? ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്കാണ് പോണത്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ടെമ്പറേച്ചർ എന്ത് ചെയ്യണു? 655 കെൽവിനായി മാറുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആദ്യം കംപ്രസറിൽ എൻ്റർ ചെയ്തു, ദെൻ കംപ്രസർ വർക്ക് നടന്ന് കംപ്രസറിൻ്റെ ഔട്ട് എത്തി 475 കെൽവിനും 5 ബാറുമായി. ദെൻ ഈ 5 ബാർ പ്രഷറിലുള്ള ഈ 475 കെൽവിനിലുള്ള എയർ നേരെ ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ എയറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. എത്ര? 475 നിന്ന് 655 കെൽവിനായി. ഓക്കെ, ഹീറ്റ് എക്സ്ചേഞ്ചറിലോട്ട് പോകുമ്പോൾ പ്രഷറിന് വല്ല മാറ്റം വരുമോ? മാറ്റം വരില്ല. പ്രഷർ എന്ത് തന്നെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ? ദെൻ ദ ടെമ്പറേച്ചർ ഓഫ് എയർ എൻ്ററിങ് ആൻഡ് ലീവിങ് ദ ടർബൈൻ ആർ. ദെൻ ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വെച്ചിട്ടുണ്ട്. ഹീറ്റ് എക്സ്ചേഞ്ചർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നേരെ എവിടെയാണ്? ടർബൈനിലേക്ക് എൻ്ററും ചെയ്യുന്നുണ്ട്, ലീവും ചെയ്യുന്നുണ്ട്. അപ്പോൾ
ടർബൈനിലേക്ക് എൻ്റർ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 870 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. ലീവ് ചെയ്യുന്ന ടെമ്പറേച്ചർ 450 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നോ പ്രഷർ ഡ്രോപ്പ് ത്രൂ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഒരു പ്രഷർ ഡ്രോപ്പും ഇല്ലയെന്ന് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിന് കയറിയപ്പോൾ 655 കെൽവിനായി എന്ന് പറഞ്ഞു. ദെൻ ടർബൈൻ്റെ കേസാണ് പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഹീറ്റ് എക്സ്ചേഞ്ചർ കഴിഞ്ഞിട്ട് അവിടെ എന്തുണ്ടാവും? കമ്പഷൻ ചാമ്പർ ഉണ്ടാവും. അവിടെ ഒരു ഹീറ്റ് അഡീഷൻ കൊടുക്കും. ഹീറ്റ് അഡീഷൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ 870 ഡിഗ്രി സെൽഷ്യസിൽ ടർബൈനിലേക്ക് എൻട്രി ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഔട്ട്പുട്ട് പെർ കെ ജി ഓഫ് എയർ എന്നാണ്. ഔട്ട്പുട്ട് പെർ കെ ജി എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് ടർബൈൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നെറ്റ് വർക്കാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ, അതായത് തെർമൽ എഫിഷ്യൻസി. ദെൻ വർക്ക് റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ വർക്കും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റീജനറേറ്റർ ഉണ്ടാകുമ്പോഴുള്ള ഒരു ഗ്യാസ് ടർബൈൻ സൈക്കിൾ എങ്ങനെയായിരിക്കും നോക്കാം. ഇതാണ് കംപ്രസർ. ഈ കംപ്രസറിൽ നിന്ന് നേരെ പോകുമ്പോൾ ഒരു റീജനറേറ്ററിലേക്ക് പോവുക. ആ റീജനറേറ്ററിൽ നിന്ന് ഒരു കമ്പഷൻ ചാമ്പറിലേക്ക് പോകും. ദെൻ കമ്പഷൻ ചാമ്പറിൻ്റെ ഔട്ടിൽ നിന്നാണ് ടർബൈനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവിടെ എയർ എൻ്റർ ചെയ്യണു. 1 ബാർ പ്രഷറിൽ എൻ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. 300 കെൽവിനിൽ എൻ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. ആ എൻ്റർ ചെയ്ത് ഈ കംപ്രസറിൽ കംപ്രസ് ചെയ്ത് ഈ ഔട്ട് എത്തുമ്പോൾ എന്തായി? 1 ബാർ പ്രഷർ പോയിട്ട് 5 ബാർ പ്രഷറായി. 300 കെൽവിൻ പോയിട്ട് 475 കെൽവിനായി. ആ 475 കെൽവിനും 5 ബാർ പ്രഷറുള്ള എയർ നേരെ ഈ റീജനറേറ്ററിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഈ റീജനറേറ്റർ എന്ന് പറഞ്ഞാൽ അതാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, ആ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എന്താ നടക്കുന്നത്? പ്രഷറിന് മാറ്റം വരുത്തുണ്ടോ? ഇല്ല. ഇവിടെ 5 ബാർ പ്രഷറാണ് കിട്ടിയത്. ആ 5 ബാറിലുള്ള പ്രഷറിൽ തന്നെ 5 ബാർ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണു. ഇവിടെ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ 475 കെൽവിൻ ആയിരുന്നു. അത് നേരെ ഇതിലൂടെ പാസ് ചെയ്ത് പുറത്ത് വരുമ്പോൾ എന്ത് സംഭവിച്ചു? 655 കെൽവിനായി മാറി. ആ 655 കെൽവിനിലുള്ള എയറാണ് നമ്മൾ എന്തിൽ കൊടുക്കുന്നത്? ഈ കമ്പഷൻ ചാമ്പറിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ കമ്പഷൻ ചാമ്പറിൽ നമ്മൾ ഫ്യൂവൽ സപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ഒന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് ചെയ്ത് ഈ പുറത്തേക്ക് വരുന്നതാണ് എത്ര ഉണ്ടാവുക? ഇവിടെ പറഞ്ഞിട്ടുള്ള ചോദ്യത്തിൽ പറഞ്ഞ 870 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ പ്ലസ് 273 കൂടി ചെയ്യുമ്പോൾ നമുക്കൊരു 1143 കെൽവിൻ കിട്ടും. അതാണ് ഈ കമ്പഷൻ ചാമ്പറിന് ഔട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ. കമ്പഷൻ ചാമ്പറിൻ്റെ ഔട്ടാണ് നമ്മൾ ടർബൈൻ്റെ ഇൻലെറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 870 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1143 കെൽവിനാണ് ഈ ടർബൈനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്തതിന് ശേഷം ടർബൈനിൽ ലീവ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 450 ഡിഗ്രി സെൽഷ്യസ് ആണ് ടർബൈൻ്റെ എക്സോസ്റ്റിൽ കൂടെ വരുന്നത്. ഓക്കെ, അപ്പോൾ 450 പ്ലസ് 273 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 723 ആണ് അല്ല. ആ 723 കെൽവിനിലാണ് ഈ ടർബൈൻ്റെ ഔട്ടിൽ കൂടെ പോകുന്നത്. അതാണ് നേരെ ഈ പോയിട്ട് റീജനറേറ്ററിലേക്ക് പോകുന്നത്. ആ ഹോട്ട് ഗ്യാസ്, എക്സോസ്റ്റ് ഗ്യാസ്, ആ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഹീറ്റാണ് നമ്മൾ ഈ കംപ്രസറിൻ്റെ ഔട്ടിലൂടെ വരുന്ന ആ എയർ എടുത്തിട്ട് പോണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ആ പ്രോസസ്സ്. ആ പ്രോസസ്സിൻ്റെ PV ഡയഗ്രവും TS ഡയഗ്രം ആണ്. ഇപ്പോൾ 1 to 2 എന്ന് പറയുമ്പോൾ കംപ്രഷനാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇവിടെ ഒരു റീജനറേഷൻ വരുന്നുണ്ട്. ആ റീജനറേഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ വരുന്നുണ്ടല്ലോ, അതാണ് ഈ 3 എന്ന് പറഞ്ഞ പോയിന്റ് കാണിച്ചത്. ദെൻ 3 to 4 എന്ന് പറഞ്ഞാൽ കംപ്രഷനാണ്. ഇവിടെ നോക്കുക, 1 to 2 കംപ്രഷനായി, 2 to 3 റീജനറേഷനായി, 3 to 4 എന്ന് പറഞ്ഞാൽ നോട്ട് കമ്പഷനാണ് അല്ലേ, കമ്പഷൻ ചാമ്പറാണ്. അതല്ലേ കാണിച്ചിരിക്കുന്നത്. 3 to 4 കമ്പഷൻ. ഇവിടെയാണ് ഈ 3 to 4ൻ്റെ ഇടയ്ക്കാണ്, ഇവിടെയാണ് ഹീറ്റ് നമ്മൾ ഫ്യൂവൽ സപ്ലൈ ചെയ്യുള്ളൂ. 2 to 3 ഫ്യൂവൽ ഒന്നും സപ്ലൈ ചെയ്യണില്ല. ആ ഹോട്ട് ഗ്യാസിന് ഹീറ്റ് എടുക്കുകയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പുറമേന്ന് 2 to 3 ഹീറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇൻസൈഡുള്ള ഹീറ്റാണ് 2 to 3. ബട്ട് 3 to 4 എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് പുറത്തുനിന്ന് നമ്മൾ എന്താണ് ഫ്യൂവൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ദെൻ 4 to 5 ടർബൈൻ്റെ വർക്കാണ്. ഇതാണ് 4 to 5 ടർബൈനിൽ കയറി ഇവിടെ പോയി. ഇതാണ് 4 to 5 ടർബൈൻ്റെ വർക്ക്. അത് എക്സ്പാൻഷനാണ്, താഴേക്ക് പോകുന്നത്. ദെൻ 5 to 6 എന്ന് പറയുമ്പോൾ ഇതാണ് 5, ഇതാണ് 6 എന്താണ്? റീജനറേഷനാണ് നടക്കുന്നത്. റീജനറേഷൻ്റെ വർക്കാണ്. ഓക്കെ, ദെൻ 6 to 1 എന്താണ്? എഗെയിൻ ഇവിടെ നിന്ന് നേരെ ഇത് കംപ്രസറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക, ക്ലോസ്ഡ് ആണെങ്കിൽ. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ TS ഡയഗ്രം. TS ഡയഗ്രത്തിൽ 1 to 2 ആണ് കംപ്രഷൻ, 2 to 3 ഇവിടെ റീജനറേഷനായി, 3 to 4 ആണ് ഹീറ്റ് അഡീഷൻ, കോൺസ്റ്റൻറ്റ് പ്രഷറാണ് ഈ ലൈൻ. 2, 3, 4 എന്ന് പറയുന്ന ലൈൻ എന്താണ്? കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. 4 to 5 എക്സ്പാൻഷനായി, 5 to 6 അവിടെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ റീജനറേഷനാണ് നടക്കുന്നത്. റീജനറേറ്ററിൽ ഹീറ്റ് റിജക്ഷനാണ് നടക്കുന്നത് ഇവിടെ 5 to 6. അതേപോലെ 6 to 1 എന്താണ്? ഹീറ്റ് റിജക്ഷൻ ചെയ്ത് നേരെ അത് വീണ്ടും കംപ്രസറിൻ്റെ ഇൻലെറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഗിവൺ ഡാറ്റ എഴുതുകയാണ്. ഗിവൺ ഡാറ്റ അപ്പോൾ നമ്മൾ ആ PV ഡയഗ്രം ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതാണ് 1,
അപ്പോൾ T1 ഈ പോയിന്റിലുള്ള ടെമ്പറേച്ചറാണ്, ഇതാണ് കംപ്രസറിൻ്റെ ഇൻലെറ്റ് ഇതാണ്. അപ്പോൾ ഇവിടെയുള്ള ടെമ്പറേച്ചറാണ് T1 കൊടുക്കുക 300 കെൽവിൻ. അപ്പോൾ ഇവിടെയുള്ള പ്രഷറാണ് P1 1 ബാർ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കംപ്രസ് ചെയ്തു ഔട്ട് എത്തി. കംപ്രസറിൻ്റെ ഔട്ടിലുള്ള ടെമ്പറേച്ചറാണ് 475 കെൽവിൻ തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് T2 എന്ന് എഴുതാം. കംപ്രസറിൻ്റെ ഔട്ടിലുള്ള പ്രഷറാണ് 5 ബാർ തന്നിരിക്കുന്നത്, അത് നമുക്ക് P2 എന്ന് എഴുതാം. ഓക്കെ, ഇനി തന്നിട്ടുള്ള എന്താണ്, റീജനറേറ്ററിൻ്റെ ഔട്ടിലുള്ള പ്രഷറുണ്ട്. റീജനറേറ്ററിലൂടെ പോയി ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ എയർ പാസ് ചെയ്തപ്പോൾ കിട്ടുന്ന ടെമ്പറേച്ചർ അതെവിടെയാണ്, ഇതെല്ലാം റീജനറേറ്റർ അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചർ ഔട്ട്ലെറ്റ് ഇതാണ് T3 ആണ്. T3 എത്ര തന്നിട്ട് 655 കെൽവിൻ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടർബൈനിൽ എൻഡറും ലീവ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ്. അപ്പോൾ ആസ് പെർ ദിസ് ഡയഗ്രാം ടർബൈനിൽ എൻ്റർ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്, 4 ആണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ T4 എന്ന് കൊടുക്കാം. T4 870 ഡിഗ്രി സെൽഷ്യസ് തന്നു, അതിന് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1143 കെൽവിനായി. ദെൻ ടർബൈനിൽ ലീവ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റാണ്, 5 ആണ് ലീവ് ചെയ്യണതായിട്ട് നമ്മൾ കാണിച്ചത്. അപ്പോൾ T5 എന്ന് കൊടുക്കാം. അത് 450 ഡിഗ്രി സെൽഷ്യസ്, അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 723 കെൽവിൻ കിട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ PV-TS ഡയഗ്രം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നോ പ്രഷർ ഡ്രോപ്പ് ത്രൂ ദ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ പ്രഷർ ഡ്രോപ്പ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടതാണ് CP എന്ന് പറഞ്ഞ വാല്യൂ 1.005 കിലോ ജൂൾ പെർ kg കെൽവിൻ. ദെൻ നമുക്ക് ഇവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് പെർ kg എയർ എഫിഷ്യൻസിയും വർക്ക് റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസറുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നെറ്റ്വർക്ക് ആണെന്ന് അറിയാം. ഇപ്പോൾ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക് ഡൺ ആണ് ഔട്ട്പുട്ട് പവർ എന്ന് പറയുമ്പോൾ, ഔട്ട്പുട്ട് പെർ kg ഓഫ് എയർ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്കാണ്. ടർബൈൻ വർക്കിൻ്റെ ഇക്വേഷൻ CP × T4 - T3 എന്ന് എഴുതാം ആസ് പെർ ദിസ് ഡയഗ്രാം. ടർബൈൻ വർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ 4 to 5 ആണുള്ളത് അല്ലേ, 4 to 5 ആണ് പ്രോസസ്സ് ടർബൈൻ. അപ്പോൾ 4 ആണ് ഹയർ ടെമ്പറേച്ചർ, 5 ആണ് ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ T4 - T5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ CP × T4 - T4 എന്ന് എഴുതി. അപ്പോൾ CPൻ്റെ വാല്യൂ 1.005, T4 1143, T5 723. ഇത് ചെയ്യുമ്പോൾ 422.1 കിലോ ജൂൾ പെർ kg കെൽവിൻ ഇത് ആൻസർ കിട്ടും. അതേപോലെ കംപ്രസർ വർക്ക് എന്ന് പറയുമ്പോൾ കംപ്രസർ വർക്ക് നമുക്ക് എഴുതാം. പ്രോസസ് 1 to 2 ആണ്. അപ്പോൾ T2 - T1 ആണ് വരിക CP × ഇപ്പോൾ CP × T2 - T1. T2 അറിയാം, T1 അറിയാം, എല്ലാ വാല്യൂസും അറിയാതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 175.9 കിലോ ജൂൾ പെർ kg എന്ന് നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് വേണ്ട നെറ്റ്വർക്ക് ഡൺ ആണ്. അപ്പോൾ ടർബൈൻ വർക്കിൽ നിന്ന് കംപ്രസർ വർക്ക് മൈനസ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ഡൺ കിട്ടി 246.2 കിലോ ജൂൾ പെർ kg എന്ന് കിട്ടി. ഫസ്റ്റ് ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം പറയുന്നത് തെർമൽ എഫിഷ്യൻസിയാണ്. തെർമൽ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ അറിയാം, നെറ്റ് വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ്. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ തൊട്ട് മുൻപ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബട്ട് ഹീറ്റ് സപ്ലൈഡ് വേണം. ഹീറ്റ് സപ്ലൈഡ് എന്ന് QS ആണ്. അതിൻ്റെ ഇക്വേഷൻ ഹീറ്റ് സപ്ലൈഡ് ഇവിടെ ഏത് സ്റ്റേജിൽ ഹീറ്റ് സപ്ലൈ ചെയ്യണത് 3-4 എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് അല്ലേ. അതായത് 3-4 എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ്. നമ്മൾ കമ്പഷൻ ചാമ്പറാണ് 3-4. അപ്പോൾ കമ്പഷൻ ചാമ്പറിൽ ഫ്യൂവൽ ആഡ് ചെയ്യണം, അതിനാണ് ഹീറ്റ് അഡീഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈ എന്ന് പറയും. 3-4 പ്രോസസ്സാണ്. അപ്പോൾ എങ്ങനെ എഴുതാം, CP × T4 - T3 എന്ന് എഴുതാം. ഹീറ്റ് സപ്ലൈഡിന് CP × T4 - T3 എന്ന് എഴുതാം. ഫ്രം TS ഡയഗ്രം നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ CP 1.005, T4ൻ്റെ വാല്യൂ അറിയാം, T3യുടെ വാല്യൂ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഹീറ്റ് സപ്ലൈഡ് 490.44 kg പെർ കിലോ ജൂൾ പെർ kg എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എഫിഷ്യൻസി ഇക്വേഷൻ W_net/QS ആണ്. W_net ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, QSും കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഫിഷ്യൻസിയാണ് വേണ്ടത്, അതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 15.2% എന്ന് കിട്ടി എഫിഷ്യൻസി ടൈം. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, വർക്ക് റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ ഡ്രൈവ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള വർക്കാണ്. അപ്പോൾ അത് WC ആണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. CP × T2 - T1 ആണ്. അതങ്ങനെ നേരെ എടുത്ത് എഴുതുക. 175.9 കിലോ ജൂൾ പെർ kg ആണ്. അത് നമ്മൾ എടുത്ത് എഴുതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് മോഡ്യൂൾ ഗ്യാസ് ടർബൈൻ. ഇതോടുകൂടി നമ്മൾ ഈ ഗ്യാസ് ടർബൈൻ കഴിഞ്ഞു, ഈ മൊഡ്യൂൾ തീർന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.